Hi guys, welcome back to my YouTube channel. Myself Anupama. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിപ്പം Ca.breastൻ്റെ പാർട്ട് 1 to 3 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദി ഫോർത്ത് പാർട്ട് ആൻഡ് ലാസ്റ്റ് പാർട്ട് ഓഫ് ദി Ca.breastൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഇതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഇൻവേസീവ് കാർസിനോമയെ കുറിച്ചിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, നോൺ ഇൻവേസീവ് കാർസിനോമയെ വെച്ചിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, ദെൻ ഫസ്റ്റ് ഇനീഷ്യൽ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് അങ്ങനത്തെ ബേസിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഫില്ലോഡ് സ്ട്രോമൽ എപ്പിത്തീലിയൽ ഫൈബ്രോ എപ്പിത്തീലിയൽ ട്യൂമേഴ്സ് ഉണ്ടല്ലോ. ആ ഫൈബ്രോ എപ്പിത്തീലിയൽ ട്യൂമേഴ്സ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഫൈബ്രോഡിനോമയും ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫില്ലോ ട്യൂമേഴ്സ്. സോ ഈ രണ്ട് ട്യൂമേഴ്സിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്, വിത്ത് ഡയഗ്രാം പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാം. ഫൈബ്രോ അഡിനോമയെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം അതിൽ ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാം ഫൈബ്രോ അഡിനോമ. ആൻഡ് ബ്രസ്റ്റ് മൗസ് ആയിരിക്കും കീ ആയിട്ട്. ചിലപ്പോൾ ഇൻ കേസ് ഒരു ക്ലിനിക്കൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് മൗസ് എന്നൊരു വേർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മൂവബിൾ ആയിട്ടുള്ള സോളിഡ് മാസ്, അതായിരിക്കും ഒരു ക്ലൂ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രോഗ്നോസ്റ്റിക് ആൻഡ് പ്രെഡിക്റ്റീവ് ഫാക്ടേഴ്സ്. ഇതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇൻവേസീവ് കാർസിനോമ പറഞ്ഞു, കൂടാതെ പേജറ്റ്സ് ഡിസീസിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് പേജറ്റ്സ് ഡിസീസ്? പേജസ് ഡിസീസ് എന്ന് പറയുമ്പോൾ അത് അഫക്റ്റ് ചെയ്യുന്ന നിപ്പിൾ ഏരിയനായിരിക്കും. നിപ്പിളിൽ അൾസറേഷൻസ് ആൻഡ് ഊസിങ് ഔട്ട് ഉണ്ടാക്കും, ഊസിങ് ഔട്ട് ഓഫ് ഫ്ലൂയിഡ്സ്. സോ ഇതാണ് പേജസ് ഡിസീസ് മോർഫോളജിക്കലി. ഓക്കെ, ആൻഡ് പിന്നെ അതിന് മുമ്പ് എന്താ പറഞ്ഞത്? ഇൻവേസീവ് കാർസിനോമേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, മെഡുലറി, ട്യൂബുലാർ, അങ്ങനത്തെ മ്യൂക്കോയിഡ് കാർസിനോമസ്, ഇങ്ങനത്തെയൊക്കെയായിരുന്നു ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഇൻവേസീവ് കാർസിനോമ. ആൻഡ് ദിസ് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രോഗ്നോസ്റ്റിക് ആൻഡ് പ്രിഡിക്റ്റീവ് ഫാക്ടേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടേബിൾ നോക്കാം. Important major factors, there are major and minor factors for the prognostic and predictive factors. The major factors are lymph node metastasis, tumor size, in situ versus inverse carcinoma, distant metastasis, locally advanced disease, inflammatory carcinoma. Whereas minor factors are histologic subtype, histological grade, estrogen and progesterone receptor, HER2 or new, lymphovascular invasion, proliferative rate, DNA content, response to neoadjuvant therapy, gene expression proofing. Two important prognostic factors are the tumor size and lymph node stasis. So, in the base, mainly they are divided into two group prognostic factors. One which is those related to the extent of carcinoma and those related to the underlying biology of the cancer. So, one and the extent in a base is the carcinoma extent in a base, and the second is related to the biology of the cancer. First of all, the prognostic factor related to the extent of carcinoma. First of all, the in situ versus invasive carcinoma. Majority of the adequately treated DICS, that is ductal carcinoma in situ, are cured. About 50% of invasive carcinoma have metastasis at the time of diagnosis. So, in situ carcinomas like ductal or obulcral in situ carcinomas majority of the DCIs are cured. But invasive carcinomas are ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മെറ്റാസ്റ്റസൈസ് ചെയ്യും. മെറ്റാസ്റ്റസൈസ് എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഏരിയ ടു വൺ ലിംഫ് നോഡ് ടു അതർ ലിംഫ് നോഡിലേക്ക് ഇതിൻ്റെ സ്പ്രെഡ് വരുന്നുണ്ടാവും. അതാണ് മെറ്റാസ്റ്റസിസ്. ലിംഫ് നോഡ് വഴി മാത്രമല്ല, ത്രൂ ബോഡി ഫ്ലൂയിഡ്സ്, നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ് വഴി വൺ ഓർഗൻ ടു അതർ ഓർഗനിലേക്ക് അത് സ്പ്രെഡായിട്ടുണ്ടാവും ഡയഗ്നോസ് ചെയ്യുന്ന ടൈമിൽ. ഡിസ്റ്റൻറ്റ് മെറ്റാസ്റ്റസിസ് എന്ന് പറയുമ്പം ദി ക്യൂർ ഈസ് അൺലൈക്ലി. ദെൻ ലിംഫ് നോഡ് മെറ്റാസ്റ്റസിസ്. Lymph node metastasis, the status of axillary lymph nodes is the most important prognostic factor in the absence of distant metastasis. Distant metastasis in the absence lymph node metastasis ആണ് നോക്കുന്നത്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്നോസ്റ്റിക് ഫാക്ടർ. ഡിസ്റ്റൻറ്റ് മെറ്റാസ്റ്റസിസ് എന്ന് പറയുമ്പോൾ ഫ്രം വൺ ഓർഗൻ ടു എ ഡിസ്റ്റൽ പാർട്ടിലേക്കുള്ള ട്രാൻസ്മിറ്റിംഗ്, ദാറ്റ് ഇസ് സ്പ്രെഡ്. സോ അതില്ലാത്ത പക്ഷം എന്താ നോക്കുന്നത്? ലിംഫ് നോഡിൻ്റെ മെറ്റാസ്റ്റസിസ് ആയിരിക്കും നോക്കുന്നത്. അതായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്നോസ്റ്റിക് ഫാക്ടർ. അതിനകത്ത് എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്പർ ആൻഡ് ലെവൽ ഇൻവോൾവ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി സർവൈവൽ റേറ്റ്. സോ നമ്പർ ആൻഡ് ലെവൽ ഓഫ് ലിംഫ് നോഡ്, ആക്സിലറി ലിംഫ് നോഡ് ഇൻവോൾവ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി സർവൈവൽ റേറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആക്സിലറി ലിംഫ് നോഡ് നമ്മൾ 3 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട് ബേസ്ഡ് ഓൺ പെക്ടോറാലിസ് മൈനർ മസിൽ. ഫസ്റ്റ് എന്താണ്? ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 1 എന്ന് പറയുമ്പോൾ എന്താ? ഈ പെക്ടോറാലിസ് മൈനറിന് മുമ്പിലുള്ളത്, ആൻഡ് പെക്ടോറാലിസ് മൈനറിൻ്റെ ബിഹൈൻഡായിട്ട് വരുന്നത്, ആൻഡ് ബിഹൈൻഡ് ആൻഡ് ഇൻ ബിറ്റ്വീൻ വരുന്നത്, ആൻഡ്
ആഫ്റ്റർ പെക്ടോറാലിസ് മസിലിൻ്റെ കഴിഞ്ഞ് വരുന്നതിന് നമ്മൾ തേർഡ് ലെവലായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സോ ബേസ്ഡ് ഓൺ ദ നമ്പർ ആൻഡ് ലെവൽ ഇൻവോൾവ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി സർവൈവൽ റേറ്റ്. ദ ലിംഫാറ്റിക് വെസൽ ഈസ് lymphatic vessels in most breast carcinomas drain first to 1 or 2 lymph nodes, which are known as sentinel nodes, and these are usually examined for metastasis. So lymphatic vessels breast carcinoma lymphatic vessels first of all 1 or 2 lymph nodes like ആദ്യം drain ചെയ്യുന്നത്, and these lymph nodes are known as sentinel nodes, and they are usually examined for metastasis. Depending on the size of metastatic foci, they can be divided into macrometastasis and micrometastasis. Macro എന്ന് പറയുമ്പോൾ എന്താ, the metastasis will be greater than 0.2 centimeter. 0.2 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതൽ മെറ്റാസ്റ്റസൈസ് വന്നിട്ടുണ്ട്, സ്പ്രെഡ് വന്നിട്ടുണ്ട്. വേറാസ് മൈക്രോമെറ്റാസ്റ്റസിസ് എന്ന് പറയുമ്പോൾ എന്താ, ലെസ് ദാൻ 0.2 ആയിരിക്കും മെറ്റാസ്റ്റസിസ് ആയിട്ടുള്ളത്. ഓക്കെ, ദിസ് till recently the status of lymph nodes was considered as major determinant of treatment of choice. After the advent of molecular typing of carcinoma, the information obtained from the nodal status is becoming less important. In the future, many women need not undergo sampling of the nodes. സോ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു മേജർ ഫാക്ടറിനകത്ത് ലിംഫ് നോഡ് മെറ്റാസ്റ്റസിസ് നോക്കുന്നു. സോ ഇന്നത്തെ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്പർ ആൻഡ് ലെവൽ ഇൻവോൾവ്. ദെൻ ലിംഫാറ്റിക് വെസൽസ്, ആദ്യത്തെ 1 or 2 ലിംഫ് നോഡ്സിലായിരിക്കും ആദ്യമായിട്ട് ഇത് സ്പ്രെഡ് ആവുന്നത്. സോ ദേ ആർ നോൺ ആസ് സെൻറ്റിനൽ ലിംഫ് നോഡ്സ്. ദെൻ ഡിപ്പെൻഡിങ് ഓൺ ദി സൈസ് ദർ ആർ മാക്രോ ആൻഡ് മൈക്രോ മെറ്റാസ്റ്റസിസ്. ആൻഡ് റീസെൻ്റ്ലി ബേസ്ഡ് ഓൺ ദി ലിംഫ് നോഡ്സ്, ഓക്കെ, സ്റ്റാറ്റസ് ഓഫ് ലിംഫ് നോഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ഇസ് ഓൾസോ ഡിഫറെൻറ്റ്. ട്യൂമർ സൈസ്. സോ based on tumor size, the risk of metastasis to the axillary lymph nodes increases with the size of primary tumor. So primary tumor size വെച്ചിട്ട് the risk of metastasis to the axillary lymph node increases. Okay, however, both are independent prognostic factors. The carcinoma of less than 1 centimeter in size without lymph node metastasis have a 10-year survival rate over 90%. So ഇവിടെ എന്താ പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ദ റിസ്ക് ഓഫ് മെറ്റാസ്റ്റസിസ് ടു ദി ആക്സിലറി ലിംഫ് നോഡ്, ആക്സിലറി ലിംഫ് നോഡിലേക്കുള്ള സ്പ്രെഡ് ഇൻക്രീസിങ് വിത്ത് ദി പ്രൈമറി ട്യൂമറിൻ്റെ സൈസ് അനുസരിച്ച്. പ്രൈമറി ട്യൂമർ ഈസ് ലാർജർ ഇൻ സൈസ്, റിസ്ക് ഓഫ് മെറ്റാസ്റ്റസിസ് ടു ദി ആക്സിലറി ലിംഫ് നോഡ് വളരെ കൂടുതലായിരിക്കും. വെറാസ് however, both the independent prognostic factor ആയിട്ട് the carcinoma of less than 1 centimeter in size without lymph node metastasis have 10-year survival rate over 90%. So 10-year of survival rate ഉണ്ടാവും. ഇപ്പോൾ carcinoma without spreading, without metastasis, less than 1 centimeter സൈസുള്ള carcinoma, which drops to 77% for the cancers more than 2 centimeters. So 1 centimeter ആണെന്നുണ്ടെങ്കിൽ 10-year of survival rate ഉണ്ടാവും over 90% കേസിലും. Whereas it drops to 77% if the lymph node spread ഉണ്ടത്, മെറ്റാസ്റ്റസിസ് അല്ല, അല്ലാണ്ട് തന്നെ കാർസിനോമയുടെ സൈസ്, അത് നേരത്തെ പറഞ്ഞ 1 centimeter ആണ്, ഇപ്പോൾ 2 centimeter ആയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, the survival rate drops to 77%. The size is less important for HER2 positive and ER negative carcinoma. So HER positive and ER negative carcinoma size alla important because they can metastasize even when the tumor is quite small. HER2 positive ER negative ആയിട്ടുള്ള കാർസിനോമാസിന് ഈവൻ ഇറ്റ് ഈസ് എ സ്മോൾ സൈസ്, ഒരു പ്രൈമറി ട്യൂമർ പോലെ കുഞ്ഞ് ട്യൂമർ ആണെങ്കിൽ കൂടി ദേ ക്യാൻ ബി മെറ്റസ്റ്റസൈസ്ഡ് ഈവൻ ഇൻ എ ക്വൈറ്റ് സ്മോൾ സൈസ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ HER2 പോസിറ്റീവ് ആൻഡ് ER നെഗറ്റീവ് കാർസിനോമയ്ക്ക് സൈസ് ഇമ്പോർട്ടൻ്റ് അല്ല. അല്ലാത്ത ബാക്കിയുള്ള കാർസിനോമാസിനൊക്കെ ആസ് ദി സൈസ് ഇൻക്രീസസ് മോർ ദാൻ 2 centimeter മെറ്റാസ്റ്റസിസിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റിസ്ക് ഓഫ് മെറ്റാസ്റ്റസിസ് ഇസ് ഹൈ. Then locally advanced disease. The invasion into the skin or skeletal muscles has a bad prognosis. Locally advanced disease നകത്ത് ഇൻവേഷൻ ഇൻ ടു ദി സ്കിൻ ഓർ സ്കെലറ്റൽ മസിലിലേക്കുള്ള ഇൻവേഷൻ ഹാസ് എ ബാഡ് പ്രോഗ്നോസിസ്. നമ്മൾ പറഞ്ഞു ഇൻവേഷൻ്റെ കാര്യം പറഞ്ഞപ്പം ഏത് മസിലിലേക്ക് ഇൻവേഷൻ പറഞ്ഞിരുന്നത് നേരത്തെ? ഇൻവേസീവ് കാർസിനോമയിൽ പറഞ്ഞപ്പം പെക്ടോറാലിസ് മേജറിലേക്ക്. ഓക്കെ, പെക്ടോറാലിസ് മസിൽസിലേക്കുള്ള ഇൻവേഷൻ വരുന്നുണ്ടാവും. അതാണ് ഇൻവേഷൻ ഇൻ ടു ദി സ്കിൻ ഓർ സ്കെലറ്റൽ മസിൽസ്. ദെൻ ഇൻഫ്ലമേറ്ററി കാർസിനോമ ആണെങ്കിൽ അവിടെ മാത്രമല്ല എവിടെ വേണമെങ്കിലും വരാം. നമ്മൾ നേരത്തെ ഇൻവേസീവ് കാർസിനോമയിൽ പറഞ്ഞൊരു മസിലിൻ്റെ പേര് പറഞ്ഞതാണ്. ദെൻ ഇൻഫ്ലമേറ്ററി കാർസിനോമ എന്ന് പറയുമ്പോൾ ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദി ബ്രസ്റ്റ് എരിത്തിമ ആൻഡ് സ്കിൻ തിക്കണിങ്. സോ ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ എന്താ,
redness and inflammation, redness and enlargement, swelling and redness ഉണ്ടാവും, inflammatory, that is breast erythema, അതാണ് redness, and skin thicken ആവും. The edematous skin is tethered to the breast by Cooper's ligament and appears like the surface of an orange peel. So edematous ആയിട്ടുള്ള സ്കിൻ, അതാണ് swollen ആയിട്ടുള്ള സ്കിൻ. edematous ആയിട്ടുള്ള സ്കിൻ tether ചെയ്യുന്നത് ബൈ ദി ടു ദി ബ്രസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? കൂപ്പേഴ്സ് ലിഗമെൻറ്റ് വെച്ചിട്ടാണ്. ജസ്റ്റ് ബ്രസ്റ്റിൻ്റെ അനാറ്റമിയുടെ ബേസിൽ. ഓക്കെ, ആൻഡ് അപ്പിയേഴ്സ് ലൈക്ക് ദി സർഫസ് ഓഫ് ആൻ ഓറഞ്ച് പീൽ, ദാറ്റ് ഇസ് പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ്. ദെൻ these signs are due to the filling of dermal lymphatics with the metastatic carcinomas, producing the blockage of lymphatic drainage. It has a poor prognosis. More than 60% of the cases, cancers are ER negative, and 40 to 50% are overexpressed HER2. So, ഈ എഡിമ എന്തുകൊണ്ടാണ് വരുന്നത് ഇൻ ബ്രസ്റ്റിൽ? ഡ്യൂ ടു ബ്ലോക്കേജ് ഓഫ് ലിംഫാറ്റിക് ഡ്രെയിനേജ്. ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് കൊണ്ടുള്ള ലിംഫാറ്റിക് ഡ്രെയിനേജിൻ്റെ ബ്ലോക്കേജ് കൊണ്ടുള്ള എഡിമാസ് വരുമ്പം എന്താ സംഭവിക്കുക? ഇവിടെ ഒരു ഫ്ലൂഡി ഓറഞ്ച് അപ്പിയറൻസ് ഉണ്ടാവും. ഓക്കെ, then lymphovascular invasion. Lymphovascular invasion എന്ന് പറയുമ്പം in about 50% of the invasive carcinoma, tumor cells are found within the vascular space. So 50% of the invasive carcinoma-യിലും tumor cells എവിടെയാണ് കാണുന്നത്? വാസ്കുലർ സ്പേസിലാണ്. വാസ്കുലർ സ്പേസ് either lymphatics or small capillaries. This is strongly associated with lymph node metastasis. So these are strongly associated with the lymph node metastasis. It is a poor prognostic factor in the cancer without lymph node metastasis and is a risk factor for the local recurrence. Severe plugging of the lymphovascular space of the dermis with the carcinoma cell, that is inflammatory carcinoma, has a very poor prognosis. So lymphovascular invasions സാധാരണ വരുന്ന എവിടെയാണ്? വാസ്കുലർ സ്പേസിലായിരിക്കും ട്യൂമർ സെൽസ് പ്രൊഡ്യൂസ് ആവുന്നത്. ആൻഡ് ഇഫ് ദേ ആർ സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത് ലിംഫ് നോഡ് മെറ്റാസ്റ്റസിസ് ആണെങ്കിൽ ദേ ഹാവ് എ പുവർ പ്രോഗ്നോസിസ്. ആൻഡ് ഇഫ് ദ റിസ്ക് ഫാക്ടർ ഫോർ ദി ലോക്കൽ റിക്കറൻസ് കൂടുതലായിരിക്കും അതുകൊണ്ട്. സിവിയർ പ്ലഗിങ് ഓഫ് ദി ലിംഫോവാസ്കുലർ സ്പേസ് ഓഫ് ദി ഡെർമിസ് വിത്ത് ദി ക്യാൻസർ സെൽ ഓൾസോ ഹാസ് എ പുവർ പ്രോഗ്നോസിസ്. സിവിയർ ആയിട്ടുള്ള ലിംഫോവാസ്കുലർ സ്പേസിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് പ്ലഗിങ് ഉണ്ടെങ്കിൽ, ഡെർമിസിൽ തന്നെ പ്ലഗിങ് വരുന്നുണ്ട് വിത്ത് ദി കാർസിനോമ സെൽ ആണെങ്കിൽ വെരി പുവർ പ്രോഗ്നോസിസ് ആയിരിക്കും. സോ പ്രോഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ സിറ്റു വേഴ്സസ് ഇൻവേസീവ് കാർസിനോമ. ഇൻ സിറ്റു എന്ന് പറയുമ്പം DCIS, അതുപോലെ ഡക്ടൽ കാർസിനോമ ഇൻ സിറ്റു അല്ലെങ്കിൽ ലോബുലർ കാർസിനോമ ഇൻ സിറ്റുവിനെയൊക്കെ ക്യൂർ ചെയ്യാൻ പറ്റും. ബട്ട് ഇൻവേസീവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ലോങ്ങർ ടൈം അല്ലേ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യൂർ ആവണമെന്നില്ല, ബിക്കോസ് ഇത് ഡയഗ്നോസ് ചെയ്യുമ്പോഴത്തേക്കും ലോക്കലി അത് സ്പ്രെഡായിട്ടുണ്ടാവും, മെറ്റാസ്റ്റസൈസ് ആയിട്ടുണ്ടാവും. ഡിസ്റ്റൽ മെറ്റാസ്റ്റസിസ് വിൽ ബി ഈസ് അൺലൈക്ലി ക്യൂർഡ് ബൈ ഡിസ്റ്റൽ മെറ്റാസ്റ്റസിസ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വൺ ഓർഗൻ ടു അതർ ഓർഗൻ പോലെ നല്ല സ്പ്രെഡിങ് വന്നിട്ടുണ്ടാവും. മോർ ദാൻ 2 സെൻറ്റിമീറ്ററൊക്കെ സ്പ്രെഡ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ലിംഫ് നോഡ് മെറ്റാസ്റ്റസിസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ബേസ്ഡ് ഓൺ നമ്പർ ആൻഡ് ലെവൽ ഇൻവോൾവ്. ആക്സിലറി ലിംഫ് നോഡിൻ്റെ ആണ്. ദെൻ ഫസ്റ്റ് 2 ലിംഫ് നോഡ്സിനെ ആയിരിക്കും ആദ്യം എഫക്റ്റ് ചെയ്യുന്നത്. 1 or 2 ലിംഫ് നോഡ്സിനെ എഫക്റ്റ് ചെയ്യും ലിംഫാറ്റിക് വെസൽസിൽ ഫസ്റ്റ് ഓഫ് ഓൾ ക്യാൻസേഴ്സ് ഒക്കെ വരുമ്പം. ആൻഡ് ദേ ആർ നോൺ ആസ് സെൻറ്റിനൽ ലിംഫ് നോഡ്സ്. ദേ ആർ എക്സാമിൻഡ് ഫോർ മെറ്റാസ്റ്റാസിസ്. ദെൻ depending on the size, the metastases are divided into macro metastasis and micro. Micro means less than 0.2 centimeter metastasis ആയിട്ടുണ്ടാവും. Macro means more than 0.2 centimeter metastasis ആയിട്ടുണ്ടാവും. Then tumor size. Based on tumor size, the risk of metastasis is directly proportional to the increase in the tumor size. Primary tumor size. If the carcinoma is less than 1 centimeter ആണെങ്കിൽ 10 year of survival rate ഉണ്ടാവും over 90% കേസിന്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് 2 centimeter ആണെന്നുണ്ടെങ്കിലോ മീൻ സർവൈവൽ റേറ്റ് 90%-ന്ന് 77%-ആയിട്ട് കുറയും. ആൻഡ് ഇൻ കേസ് ഓഫ് HER പോസിറ്റീവ് ആൻഡ് ER നെഗറ്റീവ് കാർസിനോമാസിലാണെങ്കിൽ ദി മെറ്റാസ്റ്റസൈസ് ആകാനുള്ള ചാൻസ് ഈവൻ എ സ്മോൾ ട്യൂമർ ആണെങ്കിൽ തന്നെ കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ ലോക്കലി അഡ്വാൻസ്ഡ് ഡിസീസ് like the invasive carcinomas. So invasion into the skin or skeletal muscles has a bad prognosis. Inflammatory carcinoma എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടുണ്ടാകുന്നത്? ലിംഫാറ്റിക് ബ്ലോക്കേജ് ആണ്, ലിംഫാറ്റിക് ഡ്രെയിനേജിൻ്റെ ബ്ലോക്കേജ് കാരണം വരുന്ന ഇൻഫ്ലമേറ്ററി കാർസിനോമ. ഇറ്റ് കോസസ് എഡിമാറ്റസ് skin is tethered to the breast by Cooper's ligament, and also there will be breast erythema and skin thickening.
സോ ഇവിടെ ഒരു ബ്ലൂഡി ഓറഞ്ച് അപ്പിയറൻസ് വരും ഇൻഫ്ലമേറ്ററി കാർസിനോമാസിൽ. ആൻഡ് ഹിയർ ഓൾസോ പ്രോഗ്നോസിസ് വിൽ ബി പുവർ. ദെൻ ലിംഫോവാസ്കുലർ ഇൻവേഷനകത്തും കാർസിനോമാസ് ട്യൂമർ സെൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും വിത്തിൻ ദി lymphovascular spaces like lymphatics or small capillaries associated with the lymph node metastasis has a poor prognostic factor. ആൻഡ് സിവിയർ പ്ലഗിങ് വരുവാണെങ്കിലും കാർസിനോമ സെൽ ഡെർമിസിൽ ദാറ്റ് സിവിയർ പ്ലഗിങ് ഉണ്ടാക്കുന്നുണ്ട് ലിംഫോവാസ്കുലർ സ്പേസിൽ. ഓക്കെ, ഡെർമിസിൻ്റെ ലിംഫോവാസ്കുലർ സ്പേസിൽ ഈ കാർസിനോമ സെൽ ഒത്തിരി വളർന്നിട്ട് അവിടെ പ്ലഗിങ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ വെരി പുവർ പ്രോഗ്നോസിസ്. Next is the prognostic factor related to the underlying biology of the cancer. Based on molecular subtypes, it is determined by the immunohistochemistry for the expression of ER and HER proliferation. It is an important prognostic factor. So, molecular subtypes based on the expression of ER, HER and the baseline law. Cancers are divided. Classification of cancers is another. Then, special histological subtypes. That is, the survival rate of special types of invasive carcinoma like tubular, mucinous, medullary, lobular, papillary is greater than NST cancers. Then histological grading in a basin ആണെങ്കിൽ നോട്ടിംഗ്ഹാം histological score നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, based on tubule formation, nuclear grading and mitotic rate. They are divided into grade 1, grade 2 and grade 3. grade 1 എന്ന് പറയുമ്പോൾ എന്താ, they are well differentiated. ഇവിടെ ട്യൂബ്യൂൾസ് കാണാൻ പറ്റും, ഈ ന്യൂക്ലിയർ പോളിമോർഫിസം അല്ല പ്ലിയോമോർഫിസം ഉണ്ടാവും, മൈറ്റോട്ടിക് ഫിഗേഴ്സ് കാണാൻ പറ്റും. വേറസ് മോഡറേറ്റ്ലി ഡിഫറൻഷിയേറ്റ് എന്ന് പറയുമ്പോൾ ട്യൂബ്യൂൾസ് കാണാൻ പറ്റില്ല, ബട്ട് മേ ഓർ മേ നോട്ട് ബി പ്രസൻറ്റ് ആയിരിക്കും ട്യൂബ്യൂൾസ്, ബട്ട് പ്ലിയോമോർഫിക് ആയിട്ടുള്ള ന്യൂക്ലിയസും മൈറ്റോട്ടിക് ഫിഗേഴ്സ് ഒക്കെ കാണാൻ പറ്റും. വേറാസ് grade 3 എന്ന് പറയുമ്പോൾ മൈറ്റോട്ടിക് ഫിഗേഴ്സ് കാണാൻ പറ്റും, ട്യൂബ്യൂൾസ് ആൻഡ് ന്യൂക്ലിയർ പ്ലിയോമോർഫിസം മേ ഓർ മേ നോട്ട് ബി present. That is Nottingham histological score. They are also referred to as Scarf-Bloom-Richardson. It is the most commonly used grading system which classifies the invasive carcinoma into 3 groups for Vernello, group 1, 2, 3, based on tubule formation, nuclear grade and mitotic rate. Next is proliferative rate. Proliferative rate, it can be measured by counting the mitotic figures during the histological grading or by immunohistochemical detection of proteins that are specifically expressed by actively dividing cells. So, ഇവർ ഈ proliferative rate എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുന്നത്? ലൈക്ക് കൗണ്ടിങ് ദി മൈറ്റോട്ടിക് ഫിഗേഴ്സിനെ കൗണ്ട് ചെയ്യും ഡ്യൂറിങ് ഹിസ്റ്റോളജിക്കൽ ഗ്രേഡിംഗ് ടൈമിൽ മൈറ്റോട്ടിക് ഫിഗേഴ്സിനെ കൗണ്ട് ചെയ്യും. ഓർ എങ്ങനെ ചെയ്യാം, immunohistochemical detection of proteins that are specifically expressed by the actively dividing cells. So, actively dividing cells specifically express ചെയ്യുന്ന പ്രോട്ടീൻസിനെ immunohistochemical detection ചെയ്തിട്ടും proliferative rate കണ്ടുപിടിക്കാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. either by counting the mitotic figures from histological grading or by detecting the protein by immunohistochemistry which are exclusively or expressed specifically produced by the actively dividing cells. Example, cyclin Ki67. Then proliferative rate is mainly important for the ER positive and HER negative carcinomas. The most of the ER negative and HER positive cancer carcinomas have higher proliferative rate. നമ്മൾ ഇത് നേരത്തെ പറഞ്ഞായിരുന്നു, HER പോസിറ്റീവ് നേരത്തെ പറഞ്ഞായിരുന്നു എന്ത്, HER2 പോസിറ്റീവ് കാർസിനോമാസ്, HER2 പോസിറ്റീവ് ER നെഗറ്റീവ് ആയിട്ടുള്ള കാർസിനോമ നമ്മൾ ഇൻഫ്ലമേറ്ററി ട്യൂമർ സൈസ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. ഇത് ട്യൂമർ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ബിക്കോസ് ഈവൻ എ സ്മോളർ സൈസ് ക്യാൻ ബി മെറ്റസ്റ്റസൈസ്ഡ്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, ER നെഗറ്റീവ് HER2 പോസിറ്റീവ് കാർസിനോമാസ് ഹാവ് എ ഹയർ പ്രൊലിഫറേറ്റീവ് റേറ്റ് because of their poorly prognosed. Then, but they may respond better to chemotherapy. It is because rapidly growing cancer cells are more sensitive to agents that damages the DNA or otherwise interfere with the cell division. So, HER positive, ER negative cells are rapidly proliferative. Okay, so they have poor prognosis. കൂടാതെ treatment using chemotherapy ആയിരിക്കും. Chemotherapy ഇവർക്ക് effective ആണ്. Why? Because rapidly growing ആയതുകൊണ്ട് തന്നെ damages to the DNA can interfere with the cell division. ER and PR positive. So, ER and PR positive, these carcinoma respond to the hormone manipulation. So, ER and HER positive ആണെങ്കിൽ hormone manipulation ഇവർ respond ചെയ്യുന്നുണ്ടാവും. Then HER2 or new, it is
its overexpression is associated with the poorer survival. So ഓവർ എക്സ്പ്രഷൻ ഓഫ് HER2 ഓർ ന്യൂ വരുമ്പോൾ എന്താ പറ്റുക, പുവർ സർവൈവൽ. കാരണം എന്താ, ഓവർ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ HER2 പോസിറ്റീവ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനത്തെ കേസിൽ മെറ്റാസ്റ്റസൈസ് ഭയങ്കര കൂടുതലായിരിക്കും. ദെൻ RNA എക്സ്പ്രഷൻ പ്രൂഫിംഗ്. RNA expression proofing, it is a new method used for subclassifying cancers. For breast cancer, many of the genes that predict prognosis are involved in proliferation, and these assays are able to identify patients with slow growing anti-estrogen responsive cancers who can be spared the toxicity of chemotherapy. So ഈ RNA എക്സ്പ്രഷൻ പ്രൊഫൈലിംഗ് വെച്ചിട്ടായിരുന്നു നമ്മൾ 3 സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലോ. ഏതൊക്കെ ക്യാൻ ബി ER പോസിറ്റീവ്, HER നെഗറ്റീവ്, ഇതാണ് ഫസ്റ്റ് വൺ, ലൂമിനൽ, ആൻഡ് HER പോസിറ്റീവ്, ഇറ്റ് ഈസ് HER എൻറിച്ച്ഡ്. ദെൻ ഏതർ HER പോസിറ്റീവ്, ER നെഗറ്റീവ് ഓർ പോസിറ്റീവ്, അതാണ് HER എൻറിച്ച്ഡ് എന്ന് പറയുമ്പം. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ട്രിപ്പിൾ നെഗറ്റീവ് ഓർ ബേസൽ ലൈക്ക്. ഇതൊക്കെ ഈ RNA എക്സ്പ്രഷൻ പ്രൂഫിംഗ് വഴിയാണ് കണ്ടുപിടിക്കുന്നത്. അതാണ് ഇറ്റ് ഈസ് ദി ന്യൂവസ്റ്റ് മെത്തേഡ്. Stromal or fibroepithelial tumor. ഈ സ്ട്രോമൽ ഓർ ഫൈബ്രോഎപ്പിത്തീലിയൽ ട്യൂമർ, there are 2 tumors that arises from the intralobular stromas are fibroadenoma and pilloid tumor. ഇതിലിപ്പോൾ എവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് ഫൈബ്രോ അഡിനോമയാണ്. ഫൈബ്രോ അഡിനോമ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതാണ്. ഈ ബ്രസ്റ്റ് മൗസ്, ഇതായിരിക്കും ക്വസ്റ്റ്യനിൽ ഈ ഫൈബ്രോ അഡിനോമ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. Fibroadenoma, the most common benign tumor of the female breast, age group affecting are females between 20 to 30 years. Origin arises from the intralobular stroma. Clinical presentation, young women usually present with a palpable and freely movable mass. So fibroadenoma എന്ന് പറയുമ്പോൾ പാൽപ്പബിൾ ആയിട്ടുള്ള ഫ്രീലി മൂവബിൾ മാസ് ആയിരിക്കും ബ്രസ്റ്റിലുണ്ടാകുന്ന ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ. ആൻഡ് ഏജ് ഗ്രൂപ്പ് അഫക്റ്റിംഗ് ആറ്റ് 20 to 30 years. ആൻഡ് ഈ ട്യൂമേഴ്സ് ആർ അറൈസിങ് ഫ്രം ഇൻട്രാലോബുലാർ സ്ട്രോമ. ഇൻട്രാലോബുലാർ സ്ട്രോമയിൽ റൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ദേ ആർ പാൽപ്പബിൾ ആൻഡ് ഫ്രീലി മൂവബിൾ ആയിട്ടുള്ളത്. മോർഫോളജി, ഗ്രോസ് ആൻഡ് മൈക്രോസ്കോപ്പി ഉണ്ട്. ഗ്രോസിൽ ഫൈബ്രോ അഡിനോമാസ് ക്യാൻ ബി സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ആൻഡ് യൂണിലാറ്ററൽ ഓർ ബൈലാറ്ററൽ ആയിരിക്കും. ഏത് ക്യാൻ ബി സിംഗിളായിട്ട് വരാം, മൾട്ടിപ്പിളായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു സൈഡിൽ വരാം, അല്ലെങ്കിൽ 2 സൈഡിൽ വരാം. The spherical nodules are usually well circumscribed and freely movable. Spherical nodules ആയിരിക്കും well circumscribed ആയിട്ടുള്ള freely movable ആയിട്ടുള്ള ഒരു nodule ആയിരിക്കും. And the tumors can compress the surrounding breast tissue, but it is not fixed. This account for its mobility on clinical examination known as breast mouse. So ഇവരുടെ clinical examination breast mouse എന്ന് പറയും. Why? Because they are freely movable and they compresses the underlying structures even if they are not fixed. Cut surface ആണെങ്കിൽ cut section, it appears as rubbery glistening greyish white nodules that bulges above the surrounding tissues and often contains slit like space. So slit like space ഉള്ള ബൾജിങ് ആയിട്ടുള്ള റബ്ബറി ഗ്ലിസ്റ്റനിങ് ഗ്രേ വൈറ്റ് നൊഡ്യൂൾ ആയിരിക്കും കട്ട് സർഫസിൽ കാണാൻ പറ്റുന്നുള്ളത്. എങ്ങനത്തെ ആയിരിക്കും? റബ്ബറി ഗ്ലിസ്റ്റനിങ് ഗ്രേയിഷ് വൈറ്റ് nodules that bulges over the surrounding tissues and often contain slit like spaces. ഈ പിക്ചറിൽ കാണാൻ പറ്റും, ഇതൊരു ഗ്രേയിഷ് വൈറ്റ് ഇൻ കളർ ആണല്ലേ, ഗ്രേയിഷ് വൈറ്റ് കളർ, ഗ്ലിസ്റ്റണിങ് ആണ്, റബ്ബറി കൺസിസ്റ്റൻസി ആയിരിക്കും. ആൻഡ് ദേ ഹാവ് മെനി സ്ലിറ്റ് ലൈക്ക് സ്പോർസ്. വി ക്യാൻ സീ ഹിയർ മെനി സ്ലിറ്റ് ലൈക്ക് സ്പോർസ്. മൈക്രോസ്കോപ്പി. സോ മൈക്രോസ്കോപ്പിക്കൽ എന്താ കാണുന്നത്? കമ്പോസ്റ്റ് ഓഫ് മിക്സ്ചേഴ്സ് ഓഫ് ഡക്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആൻഡ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ. Duct like structure, the duct may be either simple and round or elongated and branching. So ഇവിടെ എന്തൊക്കെ കാണാം? ഡക്ട് ലൈക്ക് സ്ട്രക്ചറും ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസ് ആയിരിക്കും കാണാൻ പറ്റുന്നത് മൈക്രോസ്കോപ്പിക്കലി. ഓക്കെ, ഇനി ഡക്ട് ലൈക്ക് സ്ട്രക്ചറിൽ എന്തൊക്കെ കാണാം? ഡക്ട് ലൈക്ക് സ്ട്രക്ചർ ക്യാൻ ബി either സിമ്പിൾ ആൻഡ് റൗണ്ട് ഓർ ഇലോങ്ങേറ്റഡ് ആൻഡ് ബ്രാഞ്ചിങ് ആയിട്ടും കാണാം. സിമ്പിൾ ആയിരിക്കാം, റൗണ്ട് ഓർ ഇലോങ്ങേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രാഞ്ചിങ് ആയിരിക്കാം. Epithelium lining of the duct ranges from the double layer of the epithelium of the normal lobules to varying degree of the hyperplasia. Then fibrous connective tissue stromal constitute of most of the tumors. Stroma is delicate, cellular, often myxoid and resembles normal intralobular stroma. Fibrous connective tissue ആണെങ്കിലോ delicate, cellular and often myxoid ആയിരിക്കും and they resembles normal intralobular stroma. Classification mainly they are pericanalicular or intracanalicular. പേര് തന്നെ ഉണ്ടല്ലേ, പെരികനാലിക്കുലർ എന്ന് പറയുമ്പോൾ എന്താ? In this type, the regular round or oval glandular configuration of the gland is maintained. Epithelium forms duct with patterned
lumen because of the surrounding stroma proliferate circumferentially around them. So ഇവിടെ എന്താ വരുന്നത്, പെരിഫറലി, ദറ്റ് ഇസ് പെരികനാലിക്കുലർ proliferation of surrounding tissues, surrounding stroma ആയിരിക്കും proliferate ചെയ്യുന്നത്, അങ്ങനെ circumferentially around them ഇതായിരിക്കും എന്ത്, പെരികനാലിക്കുലർ. വേറാസ് ഇൻട്രാകനാലിക്കുലർ എന്ന് പറയുമ്പോൾ എന്താ, കണക്റ്റീവ് ടിഷ്യൂ ഇൻവാജിനേറ്റ് ഇൻ ടു ദി ഗ്ലാൻഡുലാർ സ്പേസ്. കണക്റ്റീവ് ടിഷ്യൂ ഇവിടെ ഇൻവാജിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. മറ്റേതെന്താ, റെഗുലർ റൗണ്ട് ഓവർ ഗ്ലാൻഡുലർ കോൺഫിഗറേഷൻ ഉണ്ടാക്കുമായിരുന്നു, ഇവിടെ ഇൻവാജിനേറ്റ് ചെയ്യുന്നുണ്ട് ഗ്ലാൻഡുലാർ സ്പേസിലേക്ക്. ആൻഡ് ദാറ്റ് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി വിത്തിൻ ദം ആൻഡ് പ്രൊലിഫറേറ്റീവ് ഡക്ട് കംപ്രൈസസ് ആർ കംപ്രസ്ഡ് ആൻഡ് ഡിസ്റ്റോർട്ടഡ് ബൈ ദി ഫൈബ്രസ് ടിഷ്യൂ റെഡ്യൂസ് ദം ടു ഫോം സർവിലീനിയർ സ്ലിറ്റ്. സോ ഇവിടെ സ്ലിറ്റ് ഫോർമേഷൻ, ദേ ഫോം എ സ്ലിറ്റ്. ഫൈബ്രസ് ടിഷ്യൂസ് ആയതുകൊണ്ട് ഇത് റെഡ്യൂസസ് ദ സ്പേസ് ഫോമിങ് എ സ്ലിറ്റ് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, ദെൻ ഹോർമോൺ ഇൻഡ്യൂസ്ഡ് ചേഞ്ചസ് ആണെങ്കിൽ hormone induced changes, that is similar to the normal breast, the fibroadenoma can undergo hormonally induced changes, that is epithelial changes or stroma changes. Epithelial changes എന്ന് പറയുമ്പോൾ during pregnancy fibroadenomas may grow rapidly in size. The glands may increase in size due to lactational changes. So during pregnancy fibroadenomas ഒക്കെ they rapidly increase in size ആയിരിക്കും, and due to lactational changes also. Stroma changes എന്താ വരുന്നത്, older woman stroma may become more fibrous and densely hyalinized, and it may also calcify and form large lobulated calcifications. So popcorn like calcification ആയിരിക്കും ഇവർക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഫൈബ്രോ എപ്പിത്തീലിയൽ ട്യൂമർ, ഫൈബ്രോ അഡിനോമ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ ഓർക്കണം, ബ്രസ്റ്റ് മൗസ് ഓർക്കണം, അതുകൂടാതെ പോപ്കോൺ ലൈക്ക് ട്യൂമർ, ഈ 2 വേർഡ്സ് ആയിരിക്കും ഓർക്കേണ്ടത്. ഓക്കെ, then morphologic variant of fibroadenoma are tubular adenoma, lactating adenoma, juvenile fibroadenoma. Tubular adenoma, they are well circumscribed tumor composed of closely packed tubules with various scanty stroma. So closely packed tubules with various scanty stroma ആയിരിക്കും tubular adenoma വരുന്നത്. They are well circumscribed tumor. Whereas lactating adenoma ആണെങ്കിലോ, if an adenoma is composed of acini with secretory activity, it is seen during pregnancy or lactation. So if adenoma is composed of acini or secretory activity ഉള്ള ഒരു അഡിനോമയാണെന്നുണ്ടെങ്കിൽ they are commonly seen during lactation or pregnancy, that is lactating adenoma. Juvenile fibroadenoma എന്ന് പറയുമ്പോൾ എന്താ, it's an uncommon variant of fibroadenoma that is larger and rapidly growing mass seen in adolescent girls. So microscopically they are similar to fibroadenoma and does not recur after excision. This is the picture showing fibroadenoma. ഒന്ന് ഇൻട്രാകനാലിക്കുലറും ഒന്ന് പെരികനാലിക്കുലറുമാണ്. പെരികനാലിക്കുലർ എന്ന് പറയുമ്പോൾ എന്താ, ഡക്റ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വിത്ത് പേറ്റൻറ്റ് ലൂമൻ ആണ് കാണുന്നത്. ഓക്കെ, വെറാസ് ഇൻട്രാകനാലിക്കുലർ എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്രസ്ഡ് ഓഫ് ഡിസ്റ്റോർട്ടഡ് ഡക്ട്സ് ആയിരിക്കും കാണുന്നത്. യു ക്യാൻ സി ഹിയർ ഓൾസോ കംപ്രസ്ഡ് ആയിട്ട് ഡിസ്റ്റോർട്ടഡ് ഡക്ട്സ് ആയിരിക്കും കാണുന്നത്. വെറാസ് ഇവിടെയോ ഡക്റ്റ് ലൈക്ക് സ്ട്രക്ചറാണ് വിത്ത് പേറ്റൻറ്റ് ലൂമൻ. ഓക്കെ, യു ക്യാൻ സി ഹിയർ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഡെലിക്കേറ്റ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ സ്ട്രോമാസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഇവിടെയുണ്ട് ഫൈബ്രസ് സ്ട്രോമ. നെക്സ്റ്റ് ഇസ് ഫില്ലോയിഡ് ട്യൂമർ. സോ ഫില്ലോയിഡ് ട്യൂമർ എന്ന് പറയുമ്പോൾ എന്താ ഡെഫിനിഷൻ എന്താ, ഫില്ലോയിഡ് ട്യൂമർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് സർക്കംസ്ക്രൈബ്ഡ് ബൈഫേസിക് ന്യൂപ്ലേസ്. ദേ ആർ ദി ഗ്രൂപ്പ് ഓഫ് ബൈഫേസിക് ആയിട്ടുള്ള സർക്കംസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ന്യൂപ്ലേസ് ആയിരിക്കും, കറാക്ടറൈസ്ഡ് ബൈ ദി ഡബിൾ ലെയർഡ് എപ്പിത്തീലിയൽ കമ്പോണൻറ്റ്. ഇവിടെ കാണാൻ പറ്റും, ഇതാണ് കർവ്ഡ് സ്ലിറ്റ് ക്ലെഫ്റ്റ് ലൈക്ക് സ്പേസസ് ഇടയ്ക്ക് കാണാൻ പറ്റും. ഗ്രൂപ്പ് ഓഫ് ബൈഫേസിക് ആയിട്ടുള്ള ഇവിടെ ഇങ്ങനെ എടുത്തെടുത്ത് കാണാൻ പറ്റുമല്ലേ. So they are ഗ്രൂപ്പ് ഓഫ് സർക്കംസ്ക്രൈബ്ഡ് ബൈഫേസിക് ന്യൂപ്ലാസ്. നമുക്ക് ഇഷ്ടംപോലെ സർക്കംസ്ക്രൈബ്ഡ് ആയിട്ടുള്ള, അതായത് ബോർഡേഴ്സ് ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്ന സർക്കംസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ബൈഫേസിക് ന്യൂപ്ലാസും ക്യാരക്ടറൈസ്ഡ് ബൈ ദി ഡബിൾ ലെയർഡ് എപ്പിത്തീലിയം കമ്പോണൻറ്റ് അറേഞ്ച്ഡ് ഇൻ ക്ലെഫ്റ്റ്. സോ ഡബിൾ ലെയർഡ് എപ്പിത്തീലിയം കമ്പോണൻറ്റ് ആയിരുന്നു അറേഞ്ച്ഡ് ആസ് ക്ലെഫ്റ്റ് സറൗണ്ടഡ് ബൈ ദി ഹൈപ്പർ സെല്ലുലാർ മിസെൻകൈമൽ കമ്പോണൻറ്റ് ടിപ്പിക്കലി ഓർഗനൈസ്ഡ് ഇൻ ദി ലീഫ് ലൈക്ക് സ്ട്രക്ചർ. സോ ഇവിടെ ദേ ആർ ഓർഗനൈസ്ഡ് ഇൻ എ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടായിരിക്കും. ലീഫ് ലൈക്ക് സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള
They are arranged in cleft. Organize ചെയ്തിരിക്കുന്ന ലീഫ് ലൈക്ക് സ്ട്രക്ചർ പോലെ ആയിരിക്കും. അറേഞ്ച്ഡ് ഇൻ ക്ലഫ്റ്റ്. ക്ലഫ്റ്റ് ഫോം ചെയ്യുന്ന എന്താ ഡബിൾ ലെയർ ആയിട്ടുള്ള എപ്പിത്തീലിയൽ കമ്പോണൻ്റ് ആണ് ക്ലഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ദിസ് ക്ലഫ്റ്റ് ഈസ് സറൗണ്ടഡ് ബൈ ദി hypercellular mesenchymal components. Okay, they form circumscribed biphasic neoplasm. So phylloid tumor is a group of circumscribed biphasic neoplasm characterized by double-layered epithelial component arranged in clefts surrounded by the hypercellular mesenchymal component, typically organized in the leaf-like structure. സോ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ജസ്റ്റ് അറേഞ്ച്ഡ് ലൈക്ക് എ ലീഫ് ലൈക്ക് സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള മീസൻകൈമ ആയിരിക്കും സറൗണ്ട് ചെയ്തിട്ടുണ്ടാകുന്നത്. ആൻഡ് ദേ ഹാവ് ബൈലേഡ് എപ്പിത്തീലിയം ആയിരിക്കും നമുക്ക് ചുറ്റിനുണ്ടാകുന്നത്. ദേ ആർ അറേഞ്ച്ഡ് ലൈക്ക് ഓർഗനൈസ്ഡ് ലൈക്ക് എ ലീഫ് ലൈക്ക് സ്ട്രക്ചറിനെ പോലെ ആയിരിക്കും ഇവരൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാകുന്നത്. ഓക്കെ, it arises from the intralobular stroma like fibroadenomas. Terminologically, the originally known as cystosarcoma phylloid to imply its malignant behavior. Since majority of these tumors behaved in a benign fashion and most are non-cystic, the term phylloid tumor is preferred. So, it is mainly malignant tumor, majority malignant tumor, and sometimes tumor appears like non-cystic ആയിട്ട് വരും, then they remain benign. അതുകൊണ്ടാണ് phylloid tumor എന്ന് വിളിക്കുന്നത്. Next is age group. Age group affecting will be 30 to 70 years. ഫൈബ്രോഅഡനോമ 20 to 30 years ആണ്. 30 to 70 ആകുമ്പോൾ they are phylloid tumor. ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ എങ്ങനെ ആയിരിക്കും? മെജോറിറ്റി ഡിറ്റക്റ്റഡ് ആസ് പാൽപ്പബിൾ മാസസ് വിച്ച് ഈസ് മൂവബിൾ ആണെങ്കിൽ ഫൈബ്രോഅഡനോമ ആയിരിക്കും. വേറെ ഇഫ് ഇറ്റ് ഈസ് ഓൺലി എ പാൽപ്പബിൾ മാസ് വിച്ച് ഈസ് നോട്ട് മൂവബിൾ ക്യാൻ ബി എ phylloid tumor. മോർഫോളജി, ഗ്രോസ് മൈക്രോസ്കോപ്പി ഉണ്ട്. ഗ്രോസിലാണെങ്കിൽ ദി ബിനൈൻ phylloid tumor, it is round, sharply circumscribed. Malignant phylloid, it is usually poorly circumscribed. So benign phylloid tumor ആണെങ്കിൽ റൗണ്ട് ഷാർപ്ലി സർക്കംസ്ക്രൈബ്ഡ് ആയിരിക്കും. പ്ലസ് മാലിഗ്നൻ്റ് ആണെങ്കിലോ പുവർലി സർക്കംസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ലോക്കലി ഇൻവേസീവ് വിത്ത് ഇൻഫിൽട്രേറ്റീവ് ബോർഡറുള്ള ലോക്കലി ഇൻവേസീവ് ആയിട്ടുള്ള ട്യൂമർ ആയിരിക്കും. പുവർലി സർക്കംസ്ക്രൈബ്ഡ് ആയിരിക്കും മാലിഗ്നൻ്റ്. ബിനൈൻ എന്ന് പറയുമ്പോൾ എന്താ ഷാർപ്ലി സർക്കംസ്ക്രൈബ്ഡ് ആൻഡ് റൗണ്ട് ആയിരിക്കും. കട്ട് സർഫസ് ഷൂസ് വാട്ട് സോളിഡ് ഫേം glistening grey white bulging mass which shows characteristic hole pattern with curved cleft like space that resembles the leaf buds, and the leaf like appearance is due to the epithelium which covers the nodule of proliferating stroma. ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഈ പിക്ചറിൽ കട്ട് സർഫസ് എങ്ങനെയാണ്? സോളിഡ് ആണല്ലേ, കാണാൻ സോളിഡ് ആയിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഫേം ഗ്ലിസ്റ്റനിങ് ഗ്രേ വൈറ്റ് ബൾജ്. സോ ദേ ആർ ഗ്ലിസ്റ്റനിങ് ഗ്രേ വൈറ്റ് ആയിട്ടുള്ള ബൾജാണ്. ആൻഡ് അറേഞ്ച്ഡ് ലാസ് ലീഫ് ബഡ്. സോ ഈ ക്ലഫ്റ്റൊക്കെ അറേഞ്ച് ആയിട്ടുള്ളത് ലീഫ് ബഡിലേക്കാണ്. ദിസ് cleft with the space resembles leaf buds and leaf-like appearance due to the epithelium is having a leaf-like appearance. Why? Due to double epithelial covering. The covers nodule of proliferating stroma. Stroma covering the double epithelial ullonde they appear like a leaf-like structure. Epithelium borders or circumscribed borders, whereas the cleft resembles like a leaf bud. Then size vary in size with an average size of about 5 cm in diameter. Microscopically, the growth pattern typically shows exaggerated intracanalicular growth pattern with the leaf-like projections into the dilated lumen. There are two key features, that is the presence of benign epithelial element and two stromal hypercellularity. So presence of benign epithelial elements and the stromal hypercellularity are the two key features of this phylloid tumor. There are two key features which are presence of benign epithelial element. It consists of luminal epithelium and myoepithelial cells that covers the large club-like or leaf-like projection of proliferative stroma. In some tumors, these bulbous protrusions pushes or extend into cystic space. So sometimes they may present with a cystic space. Cyst ഉണ്ടാക്കുകയാണെങ്കിൽ they are cystosarcoma. It's a malignant condition. സിസ്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തു സിസ്റ്റിക് സ്പേസിലേക്ക് വെറുതെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള പ്രൊട്രൂഷൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, ബൾബസ് ആയിട്ടുള്ള പ്രൊട്രൂഷൻ ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ദേ ആർ ബിനൈൻ. ദെൻ സ്ട്രോമൽ hypercellularity എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് ദി എമൗണ്ട് ആൻഡ് അപ്പിയറൻസ് ഓഫ് ദി stromal component that determines the biological nature of the neoplasm. Grading. Depending on the appearance of the stromal component, the phylloid tumors are divided into low grade and high grade. Low grade or benign phylloid tumor എന്ന് പറയുമ്പോൾ they resemble fibroadenoma.
But this stroma has the following additional features like more cellularity, contain more mitotic figures, resembles fibroblast. ഹൈ ഗ്രേഡ് അല്ലെങ്കിൽ മാലിക്കൻ ഫില്ലോയിഡ് എന്ന് പറയുമ്പോൾ ഹൈപ്പർ സെല്ലുലാർ സ്ട്രോമ ആയിരിക്കും. അബണ്ടന്റ് മൈറ്റോട്ടിക് ആക്ടിവിറ്റി, മാർക്ഡ് പ്ലിയോമോർഫിസം ഓഫ് ദി സ്ട്രോമൽ സെൽസ് ലൈക്ക് സാർക്കോമ. And majority of the high grade lesions show amplification of EGFR. Recurrence. Filler tumors are likely to recur if not excised with the wide margins. Wide margin excise ചെയ്തിട്ടുണ്ടെങ്കിൽ there is chance of recurrence. And low grade tumors ആണെങ്കിലോ they may recur locally but rarely metastasize ചെയ്യും. High grade tumors are frequently recurring ആയിരിക്കും. May also develop hematogenous metastasis and metastatic disposal contain only the stromal component. This is about the fillered tumor. So fillered tumor ഫൈബ്രോ അഡിനോമയും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. ബോത്ത് ആർ സോളിഡ്സ്, ബോത്ത് ആർ ഫോം ആയിട്ടുള്ളൊരു മാസ് ആയിരിക്കും, റൗണ്ട് മാസ് ആയിരിക്കും. വെറാസ് ഫൈബ്രോ അഡിനോമ എന്ന് പറയുമ്പോൾ മൂവബിൾ ആയിട്ടുള്ളൊരു മാസ്. വെറാസ് ഫില്ലോഡ് ട്യൂമർ എന്ന് പറയുമ്പം ഏതർ ക്യാൻ ബി സിസ്റ്റിക് ഓർ വിത്തൗട്ട് സിസ്റ്റിക്. സിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റോസാർക്കോമ ഒരു മാലിക്കൻ കണ്ടീഷൻ ആയിരിക്കും. സിസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ദേ ആർ ബിനൈൻ കണ്ടീഷൻ ഓഫ് ഫില്ലോയിഡ് ട്യൂമർ. ആൻഡ് തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്താ വേറെ, ഇതിൻ്റെ കട്ട് സർഫസ് എങ്ങനെയാണ്? കട്ട് സർഫസ് ഗ്ലിസ്റ്റനിങ് ഗ്രേ വൈറ്റ് ബൾജിങ് മാസ് ഫോൾഡ് ഫോം മാസ് ആയിരിക്കും രണ്ടിനും. ഡിഫറൻസ് എന്താ? ഫില്ലോയിഡ് ട്യൂമർ ആണെന്നുണ്ടെങ്കിൽ ഒരു ലീഫ് ബഡ് ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും, വെറാസ് അല്ലെങ്കിൽ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും എപ്പിത്തീലിയത്തിന് വേണ്ടി ഡബിൾ ലെയർഡ് ആയതുകൊണ്ട്. ആൻഡ് ഇതൊക്കെയാണ് ഇത് ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ പറയുന്ന ഫൈബ്രോ അഡിനോമ ആണെങ്കിൽ ദേ ആർ പെരി കനാലിക്കുലർ ഇൻട്രാ കനാലിക്കുലർ ഉണ്ടാവും. പെരി കനാലിക്കുലർ എന്ന് പറയുമ്പോൾ ഡക്റ്റ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും വിത്ത് ലൂമൻ. വെറാസ് ഇൻട്രാ കനാലിക്കുലർ എന്ന് പറയുമ്പോഴത്തേക്കും ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്രസ്ഡ് അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഡക്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലൈക്ക് ദിസ് പിക്ചർ. This is about this video. Hope you like it. If you like, do like, share and subscribe. Thanks for watching.